ശരി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ജെ.ആർ.ആർ. ടോൾക്കിന്റെ മാസ്റ്റർപീസിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗമായ ദ റിട്ടേൺ ഓഫ് ദ കിങ്ങിന്റെ അവിശ്വസനീയമായ ക്ലൈമാക്സിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വളരെ സിനിമാറ്റിക്കായ അത്യുഗ്രൻ ദൃശ്യമികവോടെയുള്ള ഒരു വിശകലനമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഈ ഇതിഹാസതുല്യമായ വലിയ കഥാലോകം എങ്ങനെയാണ് അവസാനിക്കുന്നതെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഈ പുസ്തകച്ചട്ട കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നില്ലേ? ദ ലോർഡ് ഓഫ് ദ റിംഗ്സിന്റെ ഈ അവസാന ഭാഗം നമ്മെ കൊണ്ടുപോകുന്നത് അങ്ങേയറ്റം ഉദ്വേഗജനകമായ വലിയൊരു ലോകത്തേക്കാണ്. ഇരുട്ടും പ്രത്യാശയും ഒരുപോലെ നിറഞ്ഞ ആ ലോകത്തെ അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി നമുക്കിന്ന് അനാവരണം ചെയ്യാം. മിഡിൽ എർത്തിന്റെ ആഴത്തിലുള്ള മിത്തോളജിയിലേക്കാണ് ഒറ്റയടിക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. സർവ്വത്തെയും അടക്കി ഭരിക്കാൻ ഒരൊറ്റ മോതിരം. ആ പ്രശസ്തമായ വരികൾ ഓർമ്മയില്ലേ? വരാനിരിക്കുന്ന വലിയ യുദ്ധത്തിന്റെയും അന്ധകാരത്തിന്റെയും വ്യാപ്തി ഈ വരികൾ നമ്മെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി ഒടുക്കത്തെ വലിയ യുദ്ധത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ നായകന്മാർ എങ്ങനെയാണ് ഇത്രയും വലിയൊരു തകർച്ചയുടെയും യുദ്ധത്തിന്റെയും വക്കിലെത്തിയതെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, എവിടെ വളരെ ശാന്തമായ ഷയർ, എവിടെ ഇപ്പോഴുള്ള സിർത്ത് ഉങ്കോളിലെ ആ ഭയാനകമായ ചിലന്തി ഗുഹ. വലിയൊരു യാത്രയായിരുന്നു അത്. ഫ്രോഡോ മരിച്ചുവെന്ന് തോന്നിപ്പിക്കുന്ന ആ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ പുസ്തകത്തിന്റെ ഘടന പ്രധാനമായും 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിലെ 5ാം പുസ്തകം തുടങ്ങുന്നത് പടിഞ്ഞാറൻ നാടുകളിലെ യുദ്ധത്തോടെയാണ്. ഗാൻഡോൾഫിന്റെയും സൗറോണിന്റെയും വമ്പൻ തന്ത്രങ്ങളും പടയൊരുക്കങ്ങളുമാണ് നാം ഇവിടെ കാണുന്നത്. ഈ മാപ്പിലേക്കൊന്ന് നോക്കൂ. വരാനിരിക്കുന്ന യുദ്ധത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തി ഇതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാം. ഗോണ്ടോറിലെ ആ വലിയ ഉപരോധത്തിനു മുന്നോടിയായി സഹായത്തിനായി റോഹനെ വിളിക്കാൻ വേണ്ടി മലമുകളിലെ അഗ്നിനാളങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തെളിയുന്ന ആ സിനിമാറ്റിക് ദൃശ്യം ഒന്ന് സങ്കൽപ്പിച്ചു നോക്കിക്കേ. ഒരു മഹാപോരാട്ടത്തിന് അവിടെ കളമൊരുങ്ങുകയാണ്. പെലനൂർ ഫീൽഡ്സിലെ ആ യുദ്ധം അക്ഷരാർത്ഥത്തിൽ ഭൂമി കുലുങ്ങുന്ന ഒരു വമ്പൻ പോരാട്ടമാണ്. ടോൾക്കീൻ സൃഷ്ടിച്ച ലോകത്തിന്റെ ഭീകരതയും വലിപ്പവും മുഴുവൻ ഇവിടെ കാണാം. ചിറകുള്ള ഭീമാകാരമായ മൃഗങ്ങളും കുതിച്ചെത്തുന്ന കുതിരപ്പടയാളികളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ. അത്യുഗ്രൻ ദൃശ്യവിരുന്നാണ് ആ ഭാഗം. തിയോഡൻ രാജാവിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു രോമാഞ്ചം വരില്ലേ? തിയോഡനെപ്പോലുള്ള നേതാക്കളുടെ അചഞ്ചലമായ ധീരതയാണ് ഇവിടുത്തെ ഏറ്റവും നിർണായകമായ കാര്യം. നാസ്ഗുലുകളുടെ ആ കൊടും ഇരുട്ടിനു മുന്നിൽ പോലും തെല്ലും ഭയമില്ലാതെ അദ്ദേഹം സൈന്യത്തെ നയിക്കുകയാണ്. ഒരു വശത്ത് ഇത്രയും വലിയ യുദ്ധങ്ങൾ നടക്കുമ്പോൾ, പുസ്തകം 6ലേക്ക് വരുമ്പോൾ ടോൾക്കീൻ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മറ്റൊരു പോരാട്ടം കൂടി വരച്ചു കാണിക്കുന്നുണ്ട്. അതാണ് മോർഡോറിന്റെ ഹൃദയഭാഗത്തെ പോരാട്ടം. ഇതാണ് ഈ രചനയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു വശത്ത് ആയിരങ്ങൾ അണിനിരക്കുന്ന വലിയ യുദ്ധം, മറുവശത്തോ തീർത്തും അവശരായി അന്ധകാരത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന 2 ഹോബിറ്റുകളുടെ നിശബ്ദമായ പോരാട്ടം. ടോൾക്കീൻ എന്തൊരു ഗംഭീരമായിട്ടാണ് ഈ സന്തുലിതാവസ്ഥ നിലനിർത്തിയിരിക്കുന്നത്. ഈ പാത കണ്ടോ? സൗറോണിന്റെ സാമ്രാജ്യത്തിന്റെ ഹൃദയഭാഗത്തുകൂടിയുള്ള അങ്ങേയറ്റം വേദനാജനകവും ഭയാനകവുമായ യാത്രയാണിത്. മറ്റെല്ലാ ശക്തികളും ഇവിടെ അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ്. ആ യാത്രയുടെ കാഠിന്യവും ഭീതിയും ശരിക്കും നമുക്കിവിടെ ഫീൽ ചെയ്യാം. ആ കൊടും ഭയത്തിനിടയിലും സാംബായ്സ് ഗാംജിയുടെ ചില തമാശകളും വിശ്വസ്തതയും നമ്മളെ വല്ലാതെ സ്പർശിക്കും. ഫ്രോഡോയെ രക്ഷിക്കാൻ സ്വന്തമായി ഒരു ഓർക്കിന്റെ വേഷം കിട്ടുന്ന ആ സീൻ ഓർമ്മയില്ലേ? മനുഷ്യത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ആ ചെറിയ നിമിഷങ്ങളാണ് ഈ ഇതിഹാസത്തെ കൂടുതൽ ജീവനുള്ളതാക്കുന്നത്. അങ്ങനെ ഒടുവിൽ മോതിരം നശിപ്പിക്കപ്പെട്ടു. അന്ധകാരത്തിന്റെ ഗോപുരം തകർന്നു വീണു. ഇനി കഥ അതിജീവനമെന്നതിൽ നിന്ന് പുനർനിർമ്മാണത്തിലേക്ക് വഴിമാറുകയാണ്. ഇവിടെയാണ് ടോൾക്കീൻ വീണ്ടും നമ്മളെ ഞെട്ടിക്കുന്നത്. ലോകം മുഴുവൻ രക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക് വരുന്ന ഹീറോസ് കാണുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട ഷയർ കത്തി നശിച്ചതാണ്. യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ലോകത്തിന്റെ ഏറ്റവും ശാന്തമായ കോണുകളിൽ പോലും എത്തും എന്ന വലിയൊരു സത്യം കൂടിയാണത്. ഒടുവിൽ സ്വന്തം നാടിനു വേണ്ടി അവർക്ക് വീണ്ടും പോരാടേണ്ടി വരുന്നു. അതൊക്കെ കഴിഞ്ഞ് കഥ അവസാനിക്കുന്നത് സാംവൈസിന്റെ ആ മനോഹരമായ വാക്കുകളിലൂടെയാണ്. നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു, എങ്കിലും ഇതിനേക്കാൾ നല്ലൊരു സ്ഥലം വേറെയില്ല. സ്വന്തം വേരുകളിലേക്കുള്ള ആ മടങ്ങിപ്പോക്കും നഷ്ടപ്പെട്ടവ വീണ്ടും നട്ടുപിടിപ്പിക്കുന്നതും ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ തൊടുന്നതാണ്. എന്നാൽ കഥ അവിടെ തീരുന്നില്ല കേട്ടോ. ഈ പുസ്തകത്തിന്റെ അവസാനത്തെ ആ അനുബന്ധങ്ങൾ അഥവാ അപ്പൻഡിക്സുകൾ ശരിക്കും അവിശ്വസനീയമാണ്. അതിവിശാലമായ ഒരു ലോകനിർമ്മിതിയിലേക്കാണ് അത് നമ്മെ കൊണ്ടുപോകുന്നത്. ഈ ലിപികളിലേക്ക് ഒന്ന് നോക്കിയേ. മിഡിൽ എർത്ത് ശരിക്കും ജീവനുള്ള ഒരു പഴയകാല ലോകമാണെന്ന് തോന്നിപ്പിക്കുന്നത് ഭാഷാപരവും ചരിത്രപരവുമായ ഈ ഡീറ്റെയിലിംഗ് ആണ്. വെറുമൊരു കഥയ്ക്ക് വേണ്ടി ടോൾക്കീൻ സൂക്ഷ്മമായി ഉണ്ടാക്കിയെടുത്ത ഒരു സമാന്തര ലോകമാണിത്. രാജാക്കന്മാരുടെ ചരിത്രം, ഹോബിറ്റുകളുടെ കുടുംബവൃക്ഷങ്ങൾ, എന്തിന് ഈ എൽവിഷ് അക്ഷരങ്ങൾ എങ്ങനെ ഉച്ചരിക്കണം എന്നുവരെയുണ്ടിതിൽ. അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുന്ന ഡീറ്റെയിലിംഗ്. ഈ സൂക്ഷ്മ വിശദാംശങ്ങളാണ് ഈ കഥയ്ക്ക് അതിൻ്റേതായ ആ ഒരു ഇതിഹാസ രൂപം നൽകുന്നത്. അപ്പോൾ നമ്മൾ ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്.
മിഡിലെർത്തിന്റെ യഥാർത്ഥ മാന്ത്രികത ആ വലിയ യുദ്ധങ്ങളിലാണോ അതോ ആ ശാന്തമായ അവസാനങ്ങളിലാണോ? ഈ മഹാപോരാട്ടങ്ങളും ഒരു ചെറിയ പൂന്തോട്ടവും തമ്മിലുള്ള താരതമ്യം ഈ കഥയെ എങ്ങനെ കാലാതീതമാക്കുന്നു എന്നൊന്നാലോചിച്ചു നോക്കൂ. ഈ വലിയ ലോകത്തെക്കുറിച്ച് കൂടുതൽ കണ്ടെത്താൻ ഈ ചിന്ത നിങ്ങളെ സഹായിക്കും, ഉറപ്പ്.